അപ്പം ഇന്നത്തെ റെസിപ്പി നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നൂഡിൽസാണ് കേട്ടോ. മിക്സഡ് നൂഡിൽസ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന നൂഡിൽസ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസും എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ തോന്നി. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഞാനിത് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നൂഡിൽസ് വേവാനിട്ടിട്ടുണ്ടായിരുന്നു, പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തോന്നിയെന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന നൂഡിൽസ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്നേ. അപ്പോൾ നൂഡിൽസ് നമ്മൾ സാധാരണ പോലെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. വെള്ളം തിളപ്പിച്ച് അതിനകത്ത് നൂഡിൽസ് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിവിടെ വാങ്ങിക്കുന്ന നൂഡിൽസ്. അപ്പോൾ ഇത് നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ സ്ഥിരം കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇത് തന്നെയാണ് നല്ല ക്വാളിറ്റി ആയിട്ടും തോന്നിയത്. ഇതിപ്പോൾ 1 കിലോൻ്റെ പാക്കറ്റാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു 4-5 കേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 4 കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് 3 എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് ഇപ്പം വേവിക്കാനിട്ടിട്ടുള്ളത്. നമുക്ക് കുട്ടികൾക്ക് 2 നേരത്തേക്കും വേണം. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കണക്ക് വെച്ച് 3 എണ്ണം എടുത്ത് വേവിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൂടെ കിട്ടുന്ന അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന നൂഡിൽസ്. പിന്നെ നമ്മുടെ പച്ചക്കറികൾ, ക്യാരറ്റ് ഒക്കെ നല്ല നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് ക്യാരറ്റാണ്. ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല വലിയ ക്യാപ്സിക്കായിരുന്നു കേട്ടോ. പിന്നെ 2 ചെറിയ സവാളയായിരുന്നു എടുത്തിരുന്നത്. പിന്നെ ഏകദേശം ആ അളവിൽ അരിഞ്ഞ് കിട്ടുന്ന അളവിൽ ക്യാബേജും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടയാണ് കേട്ടോ ഇപ്പോൾ ചിക്കിയിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് ചിക്കി വെച്ചത്, സോയാ സോസും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത്. അതേപോലെ ചിക്കനായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കെന്നാൽ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഏകദേശം ഒരു 80% 85% നമ്മൾ വേവിച്ചിട്ട് ഊറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്ന പാത്രം കാണണമെങ്കിൽ വലിയ ചീനച്ചട്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് അതുപോലെയുള്ള പാത്രങ്ങളൊക്കെ മേടിക്കുക, ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ വലിയ ചീനച്ചട്ടി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന അതേ ചീനച്ചട്ടി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെയൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴുകിയിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് മേലെ തട്ടിൻ്റെ മേലെ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് ചൈനീസ് അതായത് നമ്മുടെ നൂഡിൽസും ഫ്രൈഡ് റൈസും ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം എടുക്കുന്ന ചീനച്ചട്ടിയാണ് കേട്ടോ ഇത് നമ്മൾ കാസ്റ്റ് അയണല്ല, സാധാരണ ലോക്കലായിട്ടുള്ള അയണാണ്, ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ. ഇവിടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഒരുപാട് നമ്മൾ കാസ്റ്റ് അയണ് ഒരുപാട് വിലയുണ്ട്, ഇതിന് അത്ര വിലയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പക്ഷേ നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ഞാൻ കഴുകി എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിക്കില്ല ഇതിന്, അപ്പം മറ്റേതെങ്കിലും എണ്ണ. അപ്പം ഞാനിവിടെ എപ്പോഴും ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ വാങ്ങിച്ച് വെക്കുന്നത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും ഞാൻ റൈസ് ബ്രാൻ ഓയിലും മറ്റെണ്ണയുടെ ഫ്ലേവറും നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. പാചകത്തിനൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ്. ഇതുപോലെ ചൈനീസ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴും കേക്കിൽ ചേർക്കാനും മാത്രമായിട്ട് റൈസ് ബ്രാൻ ഓയിൽ കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ചേർത്ത് കൊടുത്ത് നമ്മളെപ്പോഴും ചൈനീസ് ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളി ചുവക്കെ വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. അതിനകത്ത് നന്നായി ചൂടായി അതിൻ്റെ ആ ഒരു നല്ല മണം അങ്ങ് എണ്ണയിൽ ഇറങ്ങി വന്ന ഉടനെ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ചെറിയ സൈസ് സവാളയായിരുന്നു കേട്ടോ. അപ്പോൾ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മീഡിയം ടു ഹൈയിലിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുക. പച്ചക്കറികളൊന്നും കുഴഞ്ഞു പോകരുത്. അപ്പോൾ 2 മിനിറ്റ് എല്ലാം ഒന്ന് വഴറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റിന് മാത്രം ഒരു ഇത്തിരി സമയം എടുക്കുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം നേർങ്ങനെയായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നൂഡിൽസിനൊക്കെ നമ്മൾ കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം, അതായത് ഒരുപാട് സോഫ്റ്റായി പോകരുത്. അപ്പോൾ എല്ലാം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ക്യാപ്സിക്കം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ആ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ചിലർക്ക് ഒട്ടും വഴന്ന് കിട്ടണ്ട, പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ പച്ചക്ക് കടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു ഇത്തിരി അധികം വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജാണ് കേട്ടോ. ക്യാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാബേജ് പിന്നെ എല്ലാവർക്കും അറിയാം, പെട്ടെന്നൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴത്തേക്കും തന്നെ അത് സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇനി വെജിറ്റബിൾസിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ടയിലും ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടാണ് അത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇനിയിപ്പം പച്ചക്കറിക്കുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് ചേർക്കുന്നതുകൊണ്ട് അതിലും കുറച്ച് ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതേ നമ്മുടെ പച്ചക്കറി അത്യാവശ്യം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടിയാണ്. അപ്പം എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുരുമുളക് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മുട്ട, അതായത് ഉപ്പും കുരുമുളകും സോയാ സോസും കൂടെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച മുട്ട, ചിക്കിയെടുത്ത മുട്ട, അതേപോലെ നമ്മുടെ ചിക്കൻ വേവിച്ച് ഇതേപോലെ തന്നെ ഉപ്പും കുരുമുളകും സോയാ സോസും ചേർത്തിട്ട് ഒന്ന് ചിക്കിയെടുത്ത് അതും കൂടെ ഒന്ന് ചിക്കി എടുത്തതാണിത്. അതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 2 ടീസ്പൂൺ നമ്മുടെ സോയാ സോസ് ഇത് ഡാർക്ക് സോയാ സോസാണ് കേട്ടോ. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടീസ്പൂൺ തന്നെ നമ്മുടെ ഇത് റെഡ് ചില്ലി സോസാണിത്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് എല്ലാവരും ചിലർ ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് ഞാനൊരു 1.5 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 1.25 ടീസ്പൂണോളം വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒന്ന് മിക്സ് ആയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വന്നിട്ട് നമ്മുടെ നൂഡിൽസ് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നൂഡിൽസ് തണുക്കുന്നതിന് മുമ്പേ ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കട്ടയൊന്നും ആവാതെ തന്നെ കിട്ടും. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇതേതായാലും അത്യാവശ്യം ഒന്ന് ചെറിയ ചൂടുണ്ട്, എന്നാലും അത് ഒരുപാടൊന്നും കട്ട കെട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മിക്സിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളത് എനിക്ക് നല്ല വിരലുകൾക്ക് ഭയങ്കര വേദനയുള്ളത് കാരണം അങ്ങനെ ഒരുപാട് നേരം മിക്സിങ് ഒന്നും പറ്റില്ല. ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പോൾ കെട്ടിയോനെ വിളിക്കൂട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് ചേർക്കുന്നത് നമ്മൾ ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും പിന്നെ ഈ നൂഡിൽസിന് വേണ്ടുന്ന ഉപ്പും കൂടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു ബാലൻസിങ് എല്ലാ ഫ്ലേവറും ഒന്ന് ബാലൻസ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയവനെ വിളിച്ചു. ചായ പോലും വെക്കാൻ അറിയാത്ത ആളാണ്, പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കോട്ടോ, കാരണം അതെനിക്ക് പറ്റില്ല. അടുക്കളയിൽ കയറുക എന്ന് പറഞ്ഞാൽ ആൾക്ക് വലിയ എന്തോ ശിക്ഷ കൊടുക്കുന്ന പോലെയാണ്. അപ്പം എന്തായാലും ഇതിനിപ്പം വേറെ നിവൃത്തിയില്ല, അപ്പോൾ ആളെ കൊണ്ട് തന്നെ ഞാനത് മിക്സ് ചെയ്യിച്ചെടുപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇനി അതപ്പം തന്നെ നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ആൾ മിക്സ് ചെയ്ത് പാത്രത്തിലേക്കൊക്കെ മാറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഞാനിത് പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നല്ല ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലേ, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസ് തന്നെയാണ്. ഫ്രൈഡ് റൈസും ഹസ്ബൻഡും മക്കളൊക്കെ പറയാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്, പക്ഷേ എനിക്കെന്തോ ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നാറില്ല. പക്ഷേ നൂഡിൽസ് അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഏതായാലും ഞങ്ങൾ നൂഡിൽസ് കഴിക്കാൻ പോവാണ് കേട്ടോ.